അപ്പോൾ ഈ അടുത്ത് ഒരു മനുഷ്യൻ ഇറങ്ങി ജനങ്ങള് പെട്ടെന്ന് കാണുമ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ചില വേഷവിധാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചിലര് മുടി വളരെ കൂടുതൽ നീട്ടി പെണ്ണുങ്ങളെ പോലെ മുടി വെക്കുക. അതൊരു വലിയ ബഹുമാനാണ് എന്നാണ് ചിലരുടെയൊക്കെ ധാരണ. ഇപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ അങ്ങനെ മുടി വെച്ചതായി കാണുന്നുണ്ട്. അത് ഇസ്ലാമിൽ അനുവദനീയം അല്ല. ഖുറൈമുൽ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി നീണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുടി കുറെ നീട്ടിയാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, ഇയാളൊരു വലിയ ആളാണോ. വിവരമില്ലാത്തവന് ചിലപ്പോൾ തോന്നും, വിവരമുള്ളവന് മനസ്സിലാവും ഇയാൾക്ക് വിവരമില്ല എന്ന് മനസ്സിലാവും. ഇതുപോലെ കുറെ മോതിരം ധരിക്കുക, അത് വേറൊരു പരിപാടിയാണ്. പല പണ്ഡിതന്മാരും അങ്ങനെ കുറെ മോതിരം ധരിക്കൽ ഹറാമാണ് എന്നാണ് ഇമാമിങ്ങൾ പലരും. ഒരു മോതിരം മാത്രമാണ് സുന്നത്ത്, അതും ചെറുവിരലിന്. വേറെ വിരലിന് മോതിരം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത് വലത്തോ ഇടത്തോ ആകാം, വലത്താണ് കൂടുതൽ നല്ലത്. അപ്പൊ ചില വേഷവിധാനങ്ങൾ കൊണ്ടുവന്ന് അതിലൂടെ ജനങ്ങളെ ഇങ്ങോട്ട് മനസ്സ് തിരിക്കണം, ജനങ്ങളെ പിടിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളൊരു ചങ്ങാതി പരിശുദ്ധ ഖുർആൻ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആനിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു കടുത്ത വ്യാജനുണ്ട്. ആ വ്യാജനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഇത്തരം ഒരു സദസ്സിൽ പറയാൻ പോലും ഞാൻ മടിക്കുകയാണ്. അത്രയും ദീനിന് ഉപദ്രവം ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു അമുസ്ലിം സഹോദരിയെ ഒരു മുസ്ലിമായ പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹ പരിപാടി എന്ന നിലക്കൊരു പരിപാടി നടത്തിയിട്ട് അവിടെ നിന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്, മറ്റു മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് അതിന് യാതൊരു കുഴപ്പവും ഇല്ല, ഖുർആനും ഹദീസും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം. ഖുർആനിന്റെ പേരിൽ മുശ്രിക്കീങ്ങളെ നിക്കാഹ് ചെയ്യരുത്, മുശ്രിക്കാത്തിനെ നിക്കാഹ് ചെയ്യരുത്, മുശ്രിക്കിന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നൊക്കെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട് അതിന് ഘടകവിരുദ്ധമായി ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് ദീൻ നശിപ്പിക്കുന്ന ഒരു കടുത്ത വ്യാജം. അദ്ദേഹം ഖുർആനിന് അദ്ദേഹത്തിന്റെ വകയിൽ ചില പരിഭാഷ എന്ന പേരിലോ മറ്റോ ചില ഗ്രന്ഥങ്ങളും രചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരൊറ്റ മുതഅല്ലിമും മുസ്ലിമും അതൊന്നും വായിച്ച് പിഴച്ചു പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അവനിൽ നിന്നോ മറ്റോ ആകാം. ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അന്യമതത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഖുർആനിലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരനെ ഇരുത്തി കുറേ സമയം ഉപദേശിച്ചു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വഴി കൊടുക്കുമാറാകട്ടെ. അതുപോലെ എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിന്റെ വഴി നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ പരിശുദ്ധ ഖുർആൻ ശരിയായ വിധത്തിൽ ഗ്രഹിക്കണമെങ്കിൽ ഇമാമിങ്ങളുടെ കിതാബുകൾ ഗ്രഹിക്കാൻ കഴിയണം. ഇമാമിങ്ങളുടെ കിതാബുകൾ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നന്നായി നഹ്വും സർഫും മആനിയും ബദീഉം ബലാഗയും അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യം നേടേണ്ടതുണ്ട്. അതിന്റെ തുടക്കമാണ് നമ്മുടെ ദർസുകളിൽ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത് ഫഅൽന എന്ന് തുടങ്ങിയിട്ട് സർഫ് പഠിക്കുന്നത്, അതുപോലെ നഹ്വ് പഠിക്കുന്നത്. അതൊക്കെ പഠിക്കുമ്പോ അതിന് വലിയ ഒരു മധുരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടൂല. അപ്പോൾ അത് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അത് ഭാഷ പഠിക്കാൻ, ഭാഷ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാകും, എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പഠിക്കുക. അറബി ഭാഷ പഠിക്കാതെ ഒരു മനുഷ്യനും പണ്ഡിതനാകാൻ കഴിയില്ല.
അതുകൊണ്ട് നഹ്വ് സർഫ് പഠിക്കുക എന്നത് വളരെയേറെ അനിവാര്യമാണ്. അത് പഠിക്കുമ്പോൾ ഫഅല ഫഅല ഫഅലു ളറബ ളറബ ളറബു ദഖല ദഖല ദഖലു എന്നിങ്ങനെ മുതഅല്ലിമീങ്ങൾ സർഫാക്കുമ്പോൾ അതൊരു പാഴ്വേലയാണെന്ന് വിചാരിക്കരുത്. യുസാബു ഫാഇലുഹു, അത് ദിക്റാൻ, അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ദിക്റാൻ. കാരണം അത് പഠിച്ചാലേ നമുക്ക് അറബി ഭാഷ പഠിക്കാൻ കഴിയും. അറബി ഭാഷ കൃത്യമായി പഠിച്ചാലേ ഇമാമിങ്ങളുടെ കിതാബുകൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇമാമിങ്ങളുടെ കിതാബുകൾ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഖുർആൻ എന്താണ് പറഞ്ഞത്, ഹദീസിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആകയാൽ ഖുർആൻ അറിയണമെങ്കിൽ, ഹദീസുകൾ അറിയണമെങ്കിൽ, അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു എന്നറിയണമെങ്കിൽ നഹ്വും സർഫും പഠിക്കണം. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ, ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും നഹ്വും സർഫും പഠിക്കുന്നതിൽ അങ്ങേയറ്റം ജാഗ്രതയുള്ളവരാണ്. അതോടുകൂടി നമ്മൾ വലിയ വലിയ കിതാബുകൾ ഓതി പഠിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ പഠിക്കാൻ ഉതകുന്ന അതിമഹത്തായ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുഈൻ കിതാബുൻ ശൈനുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു എന്ന് അങ്ങ് പയ്യോളി ചെരിച്ചൽപ്പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ ചൊല്ലിയിട്ടുണ്ട്. അത് വലിയ അത്ഭുതകരമായ ഒരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ ഓതുന്ന സമയത്ത് വളരെ കൃത്യമായി ഓരോ വാചകങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ മസ്അലകൾ നന്നായി പഠിക്കണം. ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് പറയുന്നത് സ്കൂളുകളിലും ഭൗതിക കോളേജുകളിലും പഠിക്കുന്ന ശൈലിയിൽ ക്ലാസ് കേട്ട് പുസ്തകം അവിടെ കൊണ്ടുപോയി വെച്ച് പിറ്റേന്ന് രാവിലെ വീണ്ടും പുസ്തകവും എടുത്ത് പോകുന്ന ഒരു പരിപാടിയാണ്. അതിലിടക്ക് കിട്ടുന്ന സമയമൊക്കെ മൊബൈൽ ഫോണിലും മറ്റുമായി കളയുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ ഒരിക്കലും ആലിമാവില്ല. മറിച്ച് ഫത്ഹുൽ മുഈനൊക്കെ ഇരുന്ന് ആവർത്തിച്ച് ഓതി നോക്കണം. കഴിയുന്നത് മുതഅല്ലിമീങ്ങൾ കൂടിയിരുന്ന് ഒരാൾ വായിച്ച് ഓതുകയും മറ്റുള്ളവർ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചോദ്യം ചോദിക്കുകയും മറുപടി വാങ്ങുകയും കിട്ടാത്തത് വരുമ്പോ ഉസ്താദിനെ സമീപിക്കുകയും ഒക്കെ വേണം. അങ്ങനെയാണ് പഴയ കാലത്തുള്ള ആലിമീങ്ങളെല്ലാം പഠിച്ചു വന്നിരുന്നത്. ഓതിപ്പടിക്കുന്ന കിതാബുകൾ ജലാലൈനിയും അതുപോലെ ഫത്ഹുൽ മുഈനും അൽഫിയയും അതുപോലെ ഏത് കിതാബുകളും ഓതിപ്പടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അഹമ്മദ് കുട്ടി സഖാഫി ഞാനും ശരീക്കന്മാരാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞങ്ങളിത് മർക്കസിൽ പഠിക്കുന്ന സമയത്ത് തുഹ്ഫ ബഹുമാനപ്പെട്ട മർഹൂം മിമ്മിച്ചാലി ഉസ്താദ് നവറല്ലാഹു മർഖദഹു മഹാനവറുകളെ ദർസിൽ വെച്ച് ഓതിയാൽ വൈകുന്നേരം രാത്രി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഓരോ ബേച്ചായി ഇരുന്ന് തുഹ്ഫ വായിച്ചു ഓതും. പരസ്പരം സംശയങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യും. അങ്ങനെ ഓരോ കിതാബുകളും അങ്ങനെയാണ് പഴയ കാലത്ത് മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിച്ചിരുന്നത്. അവർക്കാണ് ഇന്നും ഒരാവശ്യത്തിനു വേണ്ടി കിതാബ് മറിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് കിതാബ് ഓതി കിതാബ് അങ്ങനെ തന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ച് പിറ്റേന്ന് പിന്നെയും ക്ലാസ്സിന് പോയി ഞാൻ ക്ലാസ് പങ്കെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്കും ഒരു ആലിമാകാൻ കഴിയൂല. മറിച്ച് ആലിമാകാൻ കഴിയൂല എന്ന് മാത്രമല്ല, അവനെ കൊണ്ട് പലപ്പോഴും അപകടമാണ്. സാധാരണക്കാരെ കൊണ്ട് അപകടം ഉണ്ടാവില്ല.